ഉണ്ണിമുകുന്ദൻ എതിരെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. തിങ്കിങ്ങും ഇമോഷനും ഒരുമിച്ച് പോവില്ല. പോയല്ലോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ സിനിമ നടന് അവയർനെസ് ഉണ്ടായാലും ആള് വിളിച്ച് സോറി പറഞ്ഞു. ഉണ്ണിമുകുന്ദൻ എതിരെ അല്ല, നമ്മള് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. അത് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് ഈ തിങ്കിങ്ങും ഇമോഷനും ഒരുമിച്ച് പോവില്ല. നമ്മൾക്ക് ഒന്നുകിൽ അതായത് ഇമോഷൻ പ്രകടിപ്പിക്കുന്ന സമയത്ത് തിങ്കിങ് വർക്കാവില്ല. അതാണ് നമ്മുടെ അമ്മമാർ നമ്മളെ അടിക്കുന്ന സമയം അടിക്കും. പക്ഷേ ഇമോഷൻസൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറയും, മോളെ ഇനി അമ്മ ജീവിതത്തിൽ തല്ലൂല കേട്ടോ. അപ്പോൾ നമ്മൾ പറയാം, അത് കുറേ കാലമായി കേൾക്കാൻ തുടങ്ങി, കുറേ കേട്ടതാ. തിങ്കിങ്ങും ഇമോഷനും ഒരുമിച്ച് പോവില്ല. ഒന്നുകിൽ നിങ്ങൾ ഇമോഷൻ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാം, ഇമോഷൻ പ്രകടിപ്പിച്ചതിന് ശേഷവും ചിന്തിക്കാം. ഉണ്ണിമുകുന്ദൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ അദ്ദേഹത്തിനല്ല നമുക്കൊക്കെ അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ആ ഫോൺ കോൾ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള സമയമുണ്ട്. അതെ, ഞാൻ ചിലപ്പോൾ പ്രകോപിതനാവും, എന്തു വന്നാലും ഞാൻ ദേഷ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒന്നും പറയുന്നില്ല. കാരണം അവന് അവയർനെസ് ഉണ്ട്, ഞാൻ പറയാൻ പാടില്ല, കാരണം ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നത് അല്ലേ. അല്ലെങ്കിൽ ഇത്ര നമുക്കത് അറിയാം, അത് ആ ഗെയിം നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ഈ ഇമോഷൻ പ്രകടിപ്പിച്ചതിന് ശേഷം തിങ്കിങ് ഇമോഷനും ഒരുമിച്ച് പോവില്ല. ഇപ്പോൾ കരയുന്നൊരു കുട്ടിയോട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയണമെങ്കിൽ കരച്ചിൽ നിൽക്കണം, അല്ലെങ്കിൽ മറുപടി പറയുമ്പോൾ നിൽക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു മരിച്ച വീട്ടിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു, വയസ്സായിട്ട് ഒരാൾ മരിച്ചു. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ കരയായ പോയല്ലോ, ഇപ്പോഴൊന്നും പോണ്ടതല്ലല്ലോ, കുറച്ച് നേരത്തെ പോണ്ടതാണല്ലോ എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. ഇടയ്ക്ക് നോക്ക് പോയില്ലേ അതൊക്കെ. അപ്പം ഈ സ്ത്രീയോട് ഒരാൾ പറയാണ്, ഈ ഡെഡ് ബോഡിയെ പുതപ്പിക്കുന്ന ആ വെള്ളത്തുണി എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചിന്തിക്കണമെങ്കിൽ ഈ കരച്ചിൽ നിൽക്കണം. രണ്ടും ഒരുമിച്ച് വരില്ല. അൽവാരല്ലേ ഭൂതാപത്തെ അതിൻ്റെ ഉള്ളിലെ അങ്ങനെ പറയില്ലല്ലോ. അത് പറയുമ്പോൾ കരച്ചിൽ നിൽക്കുന്നതാണ്. അൽമാരയിൽ മൂന്നാമത്തെ കളിയുടെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കാശിൻ്റെ എടുക്കരുത് കേട്ടോ. മനസ്സിലായോ? അത് രണ്ടും ഒരുമിച്ച് പോവില്ല. നമുക്ക് വേണ്ടത് അവയർനെസ്സാണ്. അവെയറാവുക. ഈ സിറ്റുവേഷനിൽ ഞാൻ പ്രകോപിതനാവാൻ സാധ്യതയുണ്ട്, എന്തു വന്നാലും പ്രകോപിതനാവില്ല. ഡാൻ, ദാറ്റ്സ് ഇറ്റ്.